യേശു തമ്പുരാൻ അരുളി ചെയ്തു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ സ്വർഗസ്ഥനായ മനുഷ്യപുത്രനല്ലാതെ ആരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പം ഉയർത്തി നാട്ടിയതുപോലെ തന്നെ മനുഷ്യപുത്രനെയും തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ ലഭിക്കുവാൻ ഉയർത്തി നാട്ടേണ്ടിയിരിക്കുന്നു. ദൈവം തന്റെ ഏകപുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി അവനെ നൽകുവാൻ തക്കവിധം അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കുന്നതിനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവൻ വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവൻ ദൈവത്തിന്റെ ഏകപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാത്തതിനാൽ മുമ്പേ തന്നെ വിധിക്കപ്പെട്ടിരിക്കുന്നു. ന്യായവിധി ഇതാകുന്നു: പ്രകാശം ലോകത്തിലേക്ക് വന്നു, മനുഷ്യ പ്രകാശത്തെക്കാൾ അധികം അന്ധകാരത്തെ സ്നേഹിച്ചു. എന്തെന്നാൽ അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുവാൻ അവൻ പ്രകാശത്തിലേക്ക് വരുന്നില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു, അങ്ങനെ അവന്റെ പ്രവൃത്തികൾ ദൈവത്താൽ ഉള്ളതെന്ന് വെളിപ്പെടുകയും ചെയ്യുന്നു. ബാർക്കുമോ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.